വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ അൺബോക്സിങ് വീഡിയോകളാണ് കേട്ടോ എല്ലാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. ഇതാ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ലുലുവിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മൂന്നുപേരെയും കൊണ്ടുപോയിട്ടില്ല. അനിയൻ്റെ മോ ഇപ്പോൾ ഇവിടെ ഇല്ല, അവ അങ്ങ് പാരിപ്പള്ളി പോയി. അപ്പോൾ ഇവരെ മൂന്നുപേരും നമ്മൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇവരെ ഇഷ്ടത്തിനല്ല മേടിച്ചത്, നമ്മളെ ഇഷ്ടത്തിനാണ് മേടിച്ചത് കേട്ടോ. കാരണം ഇവരെ ഇഷ്ടത്തിന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നുകിൽ ഒട്ടും കാണാൻ കൊള്ളാത്ത ഐറ്റംസ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും റേറ്റിൻ്റെ കാര്യത്തിലായാലും ഇവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ അത് എല്ലാം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് സ്കൂൾ ബാഗാണ് നമ്മൾ മേടിച്ചത്. അവിടെ ലുലുവിനകത്ത് നമ്മൾ ഗിയറിൻ്റെ ബാഗാണ് കേട്ടോ മേടിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാ ബാഗുകളും നല്ല ബ്രാൻഡഡ് ബാഗുകളായിരുന്നു കേട്ടോ. അതെല്ലാം 50%, 70% ഒക്കെ ഓഫർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഗിയറിൻ്റെ 2 ബാഗ് എടുത്തു. ഈ 2 ബാഗ് 2 കളറിലെടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇരട്ടകളായതുകൊണ്ട് സാധാരണ എല്ലാവരും വിചാരിക്കും ഒരേ കണക്കത്തെ സാധനങ്ങൾ മേടിച്ചാൽ മതിയെന്ന്. പക്ഷേ ഒരേ കണക്കത്തെ താകുമ്പോഴത്തേക്ക് പിന്നെ ഇവർ സ്കൂൾ ബാഗുകൾ തമ്മിൽ മാറിപ്പോകുന്നു. അങ്ങനെ പല വിഷയങ്ങളും മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നമ്മളങ്ങനെ രണ്ടു പേർക്കും 2 വെറൈറ്റി ഐറ്റം നോക്കിയാണ് എടുത്തത് കേട്ടോ. എന്താണ്ട് ഇത് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എത്ര 1 2 3 4 ബാഗുകൾ 4 അറയുണ്ട് കേട്ടോ. ഇതിൽ ഇതിനകത്ത് എന്തോ കിടപ്പുണ്ട്. ബില്ലെല്ലാം തോന്നുന്നത്. പക്ഷെ ഇത്തവണ എന്തായാലും ലോ ബഡ്ജറ്റിലാണ് ഇതൊക്കെ മേടിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഫറുകളുണ്ടായിരുന്നു. ലുലുവിൽ എല്ലാ ഓഫറിനാണ് നമ്മളെല്ലാം മേടിച്ചത്. അപ്പൊ രണ്ടുപേർക്കും ബാഗ് ഇഷ്ടപ്പെട്ടല്ലേ? ഇതിൽ ആർക്കൊക്കെയാണ് ആരെ ബാഗാണ് ഇഷ്ടം? ഓക്കെ, ഋതികയ്ക്ക് ആ ബാഗാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ രണ്ടുപേർക്ക് പ്രശ്നം തീർന്ന് ആ കാര്യത്തിൽ സോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് മേടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ലഞ്ച് ബോക്സ് ആണ്. ഇതാണ് അവർക്ക് നമ്മൾ വാങ്ങിയ ലഞ്ച് ബോക്സ്. നമ്മൾ ആ ബാഗിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഏട്ടാ. ഇതില് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3299 രൂപയാണ് ഈ ബാഗിന്റെ റിയൽ പ്രൈസ്. കാരണം ഗിയറിന്റെ ബാഗാണ്. ഇത് നമുക്ക് കിട്ടിയത് വെറും 1100 സംതിങ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 3299 ബാഗ് നമുക്ക് 1100 സംതിങ് രൂപയ്ക്ക് നമുക്ക് ലുലുവിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എന്നല്ല എനിക്ക് പറയാൻ വാക്കുകളില്ല, നല്ല അടിപൊളി ബാഗ് കേട്ടോ ഇത്. അപ്പം ഇതും ആ സെയിം റേറ്റ് തന്നെയാണ്. ഇത് കളർ മാറ്റുന്നുള്ളൂ, കമ്പനി എല്ലാം റേറ്റും അധികമാണ്. ഇത് 3299 ബാഗാണ്. നമുക്ക് വന്നപ്പോൾ കിട്ടിയത് 1100 സംതിങ് രൂപയ്ക്കാണ് ഈ ബാഗും കിട്ടിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാ ലഞ്ച് ബോക്സ്. ഇത് നമ്മൾ എല്ലാ വർഷവും ലഞ്ച് ബോക്സ് മേടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ ക്ലിപ്പ് തുറക്കാൻ പാടാണ്, ഇളവുമ്പോഴത്തേക്ക് അതുകൊണ്ട് കളഞ്ഞിട്ട് വരും. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ വർഷവും എന്തായാലും മേടിക്കും. ഇത് തുറക്കാനായിട്ടാണ്. പണ്ടത് കുറേ ദിവസം പഴയ സ്കൂളായപ്പോ ലവ് അല്ലായിരുന്നു കേട്ടോ, അപ്പം സർക്കിൾ ആയിരുന്നു. സർക്കിൾ ബോക്സ് ആണ് നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുള്ളത്. പിന്നെ സ്ക്വയറിൻ്റെത് മേടിക്കും. നമ്മളെ പണ്ടത്തെ വട്ടപ്പാത്രം ഉണ്ടല്ലോ, അത് അടപ്പ് തുറക്കാൻ ഇവർക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതെന്തായാലും ഇവർക്ക് മേടിക്കാറില്ല. ഇങ്ങനെ ക്ലിപ്പുള്ളതാണ് കൂടുതൽ മേടിക്കാറ്. പക്ഷെ ഇത്തവണ ലവിൻ്റെ ഷേപ്പിലാണ് ഉള്ളതാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. മോനും ഇത് തന്നെയാണ് മേടിച്ചത്, ലവിൻ്റെ ഷേപ്പിലുള്ളത്. ഇതെന്തായാലും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം നമ്മൾ മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 655 രൂപ. 655 രൂപയാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിട്ട്. ഇതിനൊന്നും ഓഫർ ഇല്ല. ഇത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിനകത്തുനിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഓഫർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്, നോട്ട്ബുക്കുകൾ, പിന്നെ കാരിയർ. പറയുമ്പോൾ നമ്മൾ കാരിയർ വാങ്ങിയിട്ടില്ല. ഇവർക്ക് കാരിയർ അവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ കാരിയർ വാങ്ങിയില്ല. അത് കാരിയർ ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാണാം പർച്ചേസ് ചെയ്യുള്ളൂ. കാരിയർ വേണം. കാരിയർ വേറെ നിങ്ങൾ ലഞ്ച് ബോക്സും ഒക്കെ എങ്ങനെ കൊണ്ടുപോകും? ബാഗ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എല്ലാം നനയും. ഇത് നമുക്ക് മേക്കപ്പ് ഇടാനും യൂസ് ചെയ്യാം. മേക്കപ്പ് ഇടാൻ യൂസ് ചെയ്യാൻ, മുഖം കാണാല്ലോ.
നല്ല ബുദ്ധി. ഓക്കെ, പിന്നെ നമ്മൾ മേടിച്ചത് ഇതാ വാട്ടർ ബോട്ടിൽ. ഈ ബോട്ടിൽ വാങ്ങിക്കാൻ കാരണം പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവിടെ അലോഡ് അല്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാ സ്കൂളുകൾ ഇപ്പോൾ ഇവർക്ക് LKG തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഈ ഒരു പിന്നെ ഇങ്ങനത്തെ ബോട്ടിലാണ് കൊടുത്തു വിടാറ്, അലുമിനിയത്തിൻ്റെ ബോട്ടിലാണ് കൊടുത്തു വിടാറ്. പക്ഷേ ഇവർക്കെന്ന് പറയുമ്പം ഇവർക്ക് എന്നാലും വർഷാവർഷം ബോട്ടിലുകൾ വേണം. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മാവിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ബോട്ടിൽ കണ്ടപ്പം. ഇത് മിൽട്ടൻ്റെ ബോട്ടിലാണ് കേട്ടോ. മിൽട്ടൻ്റെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 930 രൂപയാണ് ഒരു ബോട്ടിലിൻ്റെ വില. എൻ്റെ അമ്മാവിക്ക് ഇത് മതിയെന്നും പറഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് അമ്മാവി ഋതികയ്ക്ക് വേണ്ടി മാത്രം എടുത്താണ് ഈ കളറ്. ഇത് ഋഷിയയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കുറേ വർഷത്തേക്ക് എന്തായാലും ബോട്ടിൽ വാങ്ങിക്കേണ്ടി വരത്തില്ല. നല്ല അടിപൊളി മിൽട്ടൻ്റെ ആണ്, നല്ല ബ്രാൻഡ് സാധനമാണ് കേട്ടോ. അതിൻ്റെ റേറ്റിനനുസരിച്ച് തന്നെ ക്വാളിറ്റി ഉണ്ട്. ഇവർക്ക് പോലും അറിഞ്ഞൂടെ, കാരണം നമ്മൾ ഇവരെ കൊണ്ടുപോയിട്ടില്ല. ഇവരെ കൊണ്ടുപോയി ഇവർ മറ്റേ വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ഉറിഞ്ചി കുടിക്കുന്ന ബോട്ടിൽ, അതേ ഇവരെടുക്കുള്ളൂ. പിന്നെ ഇവരിവിടെ മോന്തയിറക്കിയിരിക്കുന്നു, കരച്ചിലാവുന്നു, പിഴിച്ചിലാവുന്നു. അതുകൊണ്ട് ഇവരെ കൊണ്ടുപോകാത്ത മെയിൻ റീസൺ അതുകൊണ്ടാണ്. മോനെ ആയാലും ഇവർ രണ്ടുപേരെ ആയാലും നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിനൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഇത് നമുക്ക് ഗൾഫിൽ നമ്മൾ അനിയത്തിയോ അനിയന്മാരോ അല്ലെങ്കിൽ നമ്മളെ മാമന്മാരോ ഒക്കെ ഗൾഫിലുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറേ ഉപയോഗമുള്ള സാധനങ്ങൾ കിട്ടും. ഇതുപോലത്തെ 2 പേനയും കിട്ടും. ഇതൊക്കെ എൻ്റെ മാമനും എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ പിന്നെ അനിയനും എല്ലാവരും, എൻ്റെ അനിയത്തിയുടെ അനിയത്തി, അവരെല്ലാവരും വന്നപ്പോൾ കൊണ്ടുവന്ന ഐറ്റം. നമ്മൾ എന്ത് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആദ്യം പറയാറതാ എറൈസർ, കട്ടർ, പെൻസിൽ. ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതെല്ലാം അവർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേനെ കേട്ടോ. അതെ, LKG തൊട്ട് നമുക്ക് ഈ പെൻസിൽ, കട്ടർ, എറൈസർ ഈ ബോക്സുകളൊന്നും നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവർ വരുമ്പോഴെല്ലാം ഇത് കൊണ്ടുവരും. ഇവർക്ക് ഇഷ്ടം യൂണിക്കോൺ ആണ്. അതുകൊണ്ട് യൂണിക്കോണിന്റെ തന്നെ വരുമ്പോ ഒരേപോലത്തെ എല്ലാരും വരുമ്പോഴത്തേക്ക് കൊണ്ടുവരും. അവിടെ ഇരിയോക്കളെ. അപ്പൊ ഈ പെൻ നോക്കിയേ, എന്ത് അടിപൊളി പേനയാണെന്ന് നോക്കിയേ. നമ്മളെ യൂണിക്കോണിന്റെ തലയൊക്കെ വന്നിട്ട് ഇതില് പല പല കളറുണ്ട്. അതാണ്ട് ബ്ലാക്ക്, ബ്ലൂ, വേറെ ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇതുവരെയ്ക്കും ഇവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇത് ഏകദേശം കൊണ്ടുവന്നിട്ട് 1-2 വർഷമായി. ഇനി ഇതുവരെയ്ക്കും അവർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം പേനയൊക്കെ ഇട്ടാണ് അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പേന ഇട്ടാണ് എഴുതാറ്. ഇതൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല, കാരണം അവിടെ പൊടി കൊച്ചുങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞില്ല. ഇത് കണ്ടിട്ട് പിന്നെ കിടന്ന് കരയും. പൊടി കൊച്ചുങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ പ്രായത്തിലുള്ളവർ. നിങ്ങൾ പൊടിക്കുകളാണല്ലോ, പിന്നെ നിങ്ങളെന്താ വയസ്സായ ആൾക്കാരാണോ? ഇവരെ വിചാരം ഇവർ വലിയ ബിഗ് ഗേളായെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ട ഇത്ര വലുതാണെങ്കിൽ 8 വയസ്സേ ഉള്ളൂ. പിന്നീട് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതുകൊണ്ട് ഇവർക്ക് ക്രയോൺസ് ഒക്കെ ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യാറാണ് പതിവ്. അതെല്ലാം ഇവർ കളറിങ് ഒക്കെ ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയും. ഇത് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി മാത്രം വാങ്ങിയ ക്രയോൺസ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 65 രൂപയാണ്. ഇത് വലിയ കിറ്റ് സ്കെച്ച് അല്ല, ഇതൊക്കെ സ്കെച്ചാണ്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്കെച്ച് പ്രോജക്റ്റ് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. 25 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് 150 റുപ്പീസ് ആണ് കേട്ടോ. 25 നോക്കി കണ്ടോ, ഇതെങ്ങനെ തുറക്കും? കണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട്. ഓരോന്നോരോന്നിട്ട് ഇളക്കി എടുക്കുക. ഇത് 25 കളർ. ഇത് പ്രോജക്റ്റ് വർക്ക് ഒക്കെ ഇതേ കണക്കത്തെ വലിയ ബോക്സിലുള്ളതൊക്കെ ഗൾഫിൽ നിന്ന് കൊടുത്തു വിടാറുണ്ട്. പക്ഷെ ഇവർക്ക് അത് കളറൊക്കെ അടിച്ച് ചീത്തയാക്കി. ഇത് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതിനകത്ത് ഇറക്കി വെച്ചേക്കളെ, അതിനകത്ത് ഇറക്കി വെച്ചേല്ലോ. യൂണിഫോം ഷൂ ബ്ലാക്ക് ആണ് ഇവർക്ക് വേണ്ടത്. സാധാരണ ഞാൻ മുമ്പൊക്കെ ബ്ലാക്കും വൈറ്റും ഷൂ ഉണ്ടായിരുന്നു. ഇപ്പം അവർ ഒരു ബ്ലാക്ക് ഷൂ മാത്രം മതി എന്ന് പറയാം. അതെന്തായാലും നമുക്ക് ലാഭമായി കേട്ടോ.
വൈറ്റ് ഷൂ പെട്ടെന്ന് അഴുക്കാവൂലേ. പിന്നെ ഷൂ പോളിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഡ്രസ്സ് ഇതാ ഇന്നലെ നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടത്. അടിപൊളി ഡ്രസ്സ് ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിൽ ഓപ്പണിങ്ങിൻ്റെ നമ്മൾ ഇടാൻ മേടിച്ചതാ ഇതായിരുന്നു. സാധാരണ ഇരട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരേ ഡ്രസ്സ് കിട്ടാറില്ല. ഞാൻ ഇവർക്ക് കൂടുതലും മേടിക്കുന്നത് സ്റ്റൈൽ യൂണിയനും ട്രെൻഡ്സും സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. കാരണം ഇവർക്ക് അവിടെ ചെന്നാലും ഒരേ കണക്കത്തെ കിട്ടുള്ളൂ. സാധാരണ നോർമൽ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവരെ സൈസ് പറയുമ്പോൾ നമുക്ക് അളവ് കിട്ടത്തില്ല. അത് ഇരട്ട കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഗൈസ് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആക്കുന്നത്. അതാണ് ആക്കാൻ വേണ്ടിയല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടത്. ഇവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം കേട്ടോ. കണ്ടോ ഇത് കൂടെ കൂടെ പഠിക്കാൻ പോയി കൂടെ ഇങ്ങനെ ആക്കാല്ലേ. പിന്നെ കുഞ്ഞായിട്ട് ഇട്ടോണ്ട് വന്നായിരുന്നു. കുഞ്ഞായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ മാമന്റെ മോളാണ്. അവക്ക് ഇത് കണക്കത്തെ ഉണ്ട് ഐസ്ക്രീം ഇടാം. ഐസ്ക്രീമിന്റെ. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. See you. ഇവര് ഒരേപോലെ ഇരിക്കുന്നെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറേ പേര് ഇവർ ഒരേ കണക്ക് ഇരിക്കുന്നവർ പറയണവരുണ്ട്. പിന്നെ കുറേ പേര് പറയും കണ്ടാൽ മനസ്സിലാവും എന്ന് പറയണവരുണ്ട്. എന്നാൽ നമ്മളെ ഫാമിലി തന്നെ പിന്നെ കുറേ പേർക്കൊന്നും മനസ്സിലാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഇവർ ഒരേപോലെ ഇരിക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇവർക്കുള്ള സാധനങ്ങളെ ഓപ്പണിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. See you. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.